നമസ്കാരം. നോക്കാം ഈ മണിക്കൂറിലെ പ്രധാന വാർത്തകൾ. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് എംപിമാർക്ക് സീറ്റില്ല. ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക പുറത്തുവന്നു. എൽദോസ് കുന്നപ്പള്ളിയുടെ സ്ഥാനാർത്ഥിത്വം തടഞ്ഞ ഹൈക്കമാൻഡ്. തൊടുപുഴയിൽ കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിൽ നിന്ന് PJ ജോസഫിന്റെ മകൻ അപ്പു ജോൺ ജോസഫ് മത്സരിക്കും. ചലച്ചിത്ര താരങ്ങളായ വീണ നായരും അഞ്ജലിയും ലക്ഷ്മിപ്രിയയും 2020 സ്ഥാനാർത്ഥികൾ. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ 25 സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് മുസ്ലിം ലീഗ്. ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം MK മുനീറിന് സീറ്റില്ല. PK കുഞ്ഞാലിക്കുട്ടി മലപ്പുറത്ത് നിന്ന് ജനവിധി തേടും. വേങ്ങരയിൽ KM ഷാജി സ്ഥാനാർത്ഥി. കോഴിക്കോട് സൗത്തിൽ ഫൈസൽ ബാബുവും പേരാമ്പ്രയിൽ ഫാത്തിമ തെഹ്ലിയയും മത്സരിക്കും. കൂത്തുപറമ്പിൽ ജയന്തി രാജൻ ലീഗ് സ്ഥാനാർത്ഥി. ചേലക്കരയിലെയും പുനലൂരിലെയും പ്രഖ്യാപനം പിന്നീട്. കണ്ണൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം TK ഗോവിന്ദനെ പുറത്താക്കി CPM. ഗോവിന്ദൻ രാഷ്ട്രീയ വഞ്ചന നടത്തിയെന്ന് ജില്ലാ സെക്രട്ടറി KK രാഗേഷ്. ഹാപ്പിനെസ് ഫെസ്റ്റിന്റെ കണക്കുകൾ അധികൃതർ പരിശോധിച്ച് ഉറപ്പുവരുത്തിയതെന്ന് MV ജയരാജൻ. ഇല്ലാ കഥകൾ മെനഞ്ഞുവെന്നും MV ജയരാജൻ. TK ഗോവിന്ദനെതിരെ മലപ്പട്ടത്ത് പ്രതിഷേധം. വിമാനത്താവളം മുതൽ പിണറായി വരെ മുഖ്യമന്ത്രിയുടെ റോഡ് ഷോ. തൊണ്ടിമുതൽ കേസിൽ ആന്റണി രാജുവിന് കനത്ത തിരിച്ചടി. ശിക്ഷ മരവിപ്പിക്കണമെന്ന ആവശ്യം ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് തള്ളി. അയോഗ്യത നിലനിൽക്കുന്നതിനാൽ ആന്റണി രാജുവിന് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനാകില്ല. കോടതി വിധി തിരുവനന്തപുരം സെൻട്രൽ സീറ്റിൽ വീണ്ടും സ്ഥാനാർത്ഥിയാകാൻ ശ്രമിക്കുന്നതിനിടെ. സദ്ഗുരു ശ്രീമാത അമൃതാനന്ദമയി ദേവി അയോധ്യയിൽ. മറ്റന്നാൾ ക്ഷേത്രത്തിന്റെ 2ാം നിലയിൽ ശ്രീരാമയന്ത്രം സ്ഥാപിക്കുന്നതിനും അനുബന്ധ പൂജകൾക്കും രാഷ്ട്രപതി ദ്രൗപദി മുർമുവിനൊപ്പം അമ്മ സാക്ഷിയാകും. സന്ദർശനം ശ്രീരാമ ജന്മഭൂമി തീർത്ഥക്ഷേത്ര ട്രസ്റ്റിന്റെ ക്ഷണം സ്വീകരിച്ചു. ഇറാന്റെ സുരക്ഷാ മേധാവി അലി രാജാനിയെ മിസൈൽ ആക്രമണത്തിൽ കൊലപ്പെടുത്തിയെന്ന ഇസ്രയേൽ. സ്ഥിരീകരിക്കാതെ ഇറാൻ. ഇറാനിലെ മിസൈൽ നിർമ്മാണ കേന്ദ്രങ്ങളിലും സൈനിക സ്ഥാപനങ്ങളിലും ആക്രമണം. തെഹ്റാൻ, ഷിറാസ്, തബ്രിസ് നഗരങ്ങളിലും ഒരേ സമയം വ്യോമാക്രമണം നടത്തി ഇസ്രായേൽ. എന്തായാലും നിയമസഭാ സീറ്റിലേക്കുള്ള ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക പുറത്തുവിട്ടിരിക്കുകയാണ് കോൺഗ്രസ്. എന്തായാലും കോൺഗ്രസ് MPമാർക്ക് സീറ്റില്ല എന്നുള്ള വാർത്തയാണ് പുറത്തുവരുന്നത്. 55 സ്ഥാനാർത്ഥികളുമായി കോൺഗ്രസ് ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക പുറത്തിറക്കിയിരിക്കുകയാണ്. സിറ്റിംഗ് MLAമാരെല്ലാവരും മത്സരരംഗത്തുണ്ട്. പെരുമ്പാവൂരിൽ എൽദോസ് കുന്നപ്പള്ളിയുടെ കാര്യത്തിൽ അന്തിമ തീരുമാനം ഇതുവരെ എടുത്തിട്ടില്ല. സുൽത്താൻ ബത്തേരിയിൽ IC ബാലകൃഷ്ണന്റെ പേര് തെരഞ്ഞെടുപ്പ് സമിതി അംഗീകരിച്ചു. കണ്ണൂരിൽ ഇനി എന്താകും, സുധാകരനെ എങ്ങനെയായിരിക്കും അനുനയിപ്പിക്കുക, അനുനയ ചർച്ചകൾ നടക്കുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങൾ ഒക്കെ അറിയേണ്ടിയിരിക്കുന്നു. പൊന്നാനിയിൽ KP നൌഷാദ് അലി, നിലമ്പൂരിൽ ആര്യാടൻ ഷൗക്കത്ത്, പ്രധാനപ്പെട്ട നേതാക്കളെല്ലാവരും മത്സര രംഗത്ത് ഇറങ്ങുന്നുണ്ട്. വണ്ടൂരിലെ P അനിൽകുമാർ, തരൂരിൽ KC സുബ്രഹ്മണ്യം, തൃത്താലയിൽ VT ബൽറാം തന്നെയാണ് വീണ്ടും മത്സര രംഗത്തേക്ക് ഇറങ്ങുന്നത്. കോങ്ങാട് KA തുളസി, മലമ്പുഴ A സുരേഷ്, കോന്നിയും കണ്ണൂരും എന്തായാലും ആദ്യഘട്ട പട്ടികയിലില്ല. പാലക്കാട് രമേശ് പിഷാരടിയുടെ പേര് ഉയർന്നു കേട്ടിരുന്നു. അദ്ദേഹം തന്നെയായിരുന്നു. ഒടുവിൽ ഇപ്പോൾ അദ്ദേഹത്തിന് തന്നെയാണ് നറുക്ക് വീണിരിക്കുന്നത്. ചിറ്റൂരിൽ സുമേഷ് അച്യുതൻ സ്ഥാനാർത്ഥിയാകുന്നു. അങ്ങനെ കോൺഗ്രസിൻ്റെ 55 സീറ്റുകളിലേക്കുള്ള സ്ഥാനാർത്ഥികളുടെ പട്ടികയാണിപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. തൃശ്ശൂരിൽ രാജൻ പല്ലൻ മത്സരരംഗത്തേക്ക് ഇറങ്ങുകയാണ്. ചാലക്കുടിയിൽ സനീഷ് കുമാർ ജോസഫ് മത്സരരംഗത്തിറങ്ങുന്നു. കൊടുങ്ങല്ലൂരിൽ OJ ജനീഷാണ്. കുന്നത്തുനാട് VP സജീന്ദ്രൻ. ആറന്മുളയും ചെങ്ങന്നൂരും ഒന്നും പട്ടികയിൽ ഇടം പിടിച്ചിട്ടില്ല. ആദ്യഘട്ട പട്ടികയിൽ മൂവാറ്റുപുഴയിൽ മാത്യു കുഴൽനാടൻ തന്നെയാണ് മത്സരരംഗത്തേക്ക് ഇറങ്ങുന്നത്. തൃക്കാക്കര ഉമാ തോമസ് ആണ് മത്സരരംഗത്തേക്ക് എത്തുന്നത്. എറണാകുളത്ത് TJ വിനോദ്, പുതുപ്പള്ളിയിൽ ചാണ്ടിയുമ്മൻ തന്നെ വീണ്ടും മത്സരരംഗത്തേക്ക് ഇറങ്ങുന്നു. കോട്ടയത്ത് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ തന്നെയാണ്. അരൂരിൽ ഷാനിമോൻ ഉസ്മാൻ, ഹരിപ്പാട് രമേശ് ചെന്നിത്തല. തിരുവനന്തപുരത്ത് 3 സീറ്റുകൾ മാത്രമാണ് ആദ്യഘട്ടത്തിൽ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ആദ്യഘട്ടത്തിൽ അതുപോലെ കോന്നിയും കണ്ണൂരും ഒന്നും പ്രഖ്യാപിച്ചിട്ടില്ല. കണ്ണൂരിൽ ഇനി എന്താകും, ആരെയായിരിക്കും പ്രഖ്യാപിക്കുക, MPമാർക്ക് സീറ്റില്ലാത്തതിനാൽ ആർക്കായിരിക്കും നറുക്ക് വീഴുക എന്നുള്ളതൊക്കെ എല്ലാവരും ആകാംക്ഷയോടെ ഉറ്റുനോക്കുകയാണ്. കൊല്ലത്ത് ബിന്ദു കൃഷ്ണയാണ് മത്സരരംഗത്തേക്ക് ഇറങ്ങുന്നത്. കുണ്ടറയിൽ PC വിഷ്ണുനാഥ്,
വട്ടിയൂർക്കാവ് കെ മുരളീധരൻ ആ പേരൊക്കെ ആദ്യമേ തന്നെ ഉറപ്പിച്ച പേരുകൾ തന്നെയായിരുന്നു. ആദ്യഘട്ട പട്ടികയിൽ ആ പേരുകളൊക്കെ തന്നെ അംഗീകരിച്ച് പുറത്തു വന്നിരിക്കുകയാണ്. ചിറയൻകീഴ് രമ്യ ഹരിദാസ്, കോവളത്ത് എം വിൻസെന്റ്, അങ്ങനെ 55 സീറ്റുകളിലേക്കുള്ള പട്ടികയാണ് ഇപ്പോൾ കോൺഗ്രസ് പുറത്തുവിട്ടിരിക്കുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥി പട്ടികയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആരോഗ്യ പ്രശ്നങ്ങൾ അലട്ടുന്ന മുതിർന്ന നേതാവ് MK മുനീറിന് സീറ്റില്ല. ഫൈസൽ ബാബുവാണ് കോഴിക്കോട് സൗത്തിൽ ലീഗ് സ്ഥാനാർത്ഥി. ഫാത്തിമ തെഹ്ലിയ പേരാമ്പ്രയിൽ മത്സരിക്കും. PK കുഞ്ഞാലിക്കുട്ടി വേങ്ങരയ്ക്ക് പകരം മലപ്പുറത്ത് നിന്ന് ജനവിധി തേടും. മഞ്ചേശ്വരം AKM അഷ്റഫ്, കാസർഗോഡ് കലക്ടർ മൈൻ ഹാജി, അഴീക്കോട് കരീം ചേലേരി, കൂത്തുപറമ്പ് ജയന്തി രാജൻ, കുറ്റിയാടി പാറക്കൽ അബ്ദുള്ള, പേരാമ്പ്ര ഫാത്തിമ തഹ്ലിയ, തിരുവമ്പാടി കാസിം കൂടരഞ്ഞി, കൊടുവള്ളി PK ഫിറോസ്, കുന്നമംഗലം റസാഖ് മാസ്റ്റർ. ഇതെയാ കോഴിക്കോട് സൗത്ത് അഡ്വക്കേറ്റ് ഫൈസൽ ബാബു, വള്ളിക്കുന്ന് TV ഇബ്രാഹിം, കൊണ്ടോട്ടി TP അഷ്റഫ് അലി, വള്ളിക്കുന്ന് TV ഇബ്രാഹിം, കൊണ്ടോട്ടി TP അഷ്റഫ് അലി, മഞ്ചേരി അഡ്വക്കേറ്റ് റഹ്മത്തുള്ള, ഏറനാട് PK ബഷീർ, മലപ്പുറം PK കുഞ്ഞാലിക്കുട്ടി, മങ്കട മഞ്ഞളാംകുഴി അലി, പെരിന്തൽമണ്ണ നജീബ് കാന്തപുരം, വേങ്ങര KM ഷാജി വേങ്ങര, കോട്ടക്കൽ ആബിദ് ഹുസൈൻ തങ്ങൾ, തിരൂർ കുറുക്കോളി മൊയ്തീൻ, താനൂർ PK നവാസ്, തിരുരങ്ങാടി PMA സമീർ, മണ്ണാർക്കാട് N ഷംസുദ്ദീൻ, ഗുരുവായൂർ CH റഷീദ്, കളമശ്ശേരി അഡ്വക്കേറ്റ് BE അബ്ദുൽ ഗഫൂർ. ഇതിപ്പോൾ 25 സ്ഥാനങ്ങളിലേക്കുള്ള ലിസ്റ്റാണ് ഇപ്പോൾ ഇവിടെ വായിച്ചിട്ടുള്ളത്. ഇനി 2 പുനലൂരിലും ചേലക്കരയിലും അവിടെ കൂടി മുസ്ലിം ലീഗ് മത്സരിക്കുന്നുണ്ട്. അത് 2 ദിവസത്തിനകം അത് പ്രഖ്യാപിക്കുന്നതാണ്, പുനലൂരിലും ചേലക്കരയിലും. കൂടുതൽ വിവരങ്ങളുമായി TK അരവിന്ദൻ ചേരുകയാണ്. അരവിന്ദൻ, ഈ വേങ്ങരയിലെ മലപ്പുറത്തെയും വെച്ചുമാറ്റം നേരത്തെ തന്നെ വാർത്തകൾ നിറഞ്ഞിരുന്നു. കാരണം KM ഷാജിക്ക് ഉറപ്പുള്ളൊരു സീറ്റ് നൽകണമെന്നുള്ളൊരു ആവശ്യം ഉന്നയിച്ചിരുന്നു. എന്തായാലും അതൊക്കെ അംഗീകരിച്ചുകൊണ്ടുള്ളൊരു പട്ടിക തന്നെയാണ് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. എന്തായാലും പട്ടിക പുറത്തു വന്നതോടുകൂടി തെരഞ്ഞെടുപ്പ് ആവേശത്തിലേക്ക് പൂർണ്ണമായി കടന്നിരിക്കുകയാണ് അല്ലേ? ശ്രീജ, തീർച്ചയായും മുസ്ലിം ലീഗിൻ്റെ സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിക്കാനുള്ള ഒരു കാലതാമസം മാത്രമേ മലപ്പുറത്തുണ്ടായിരുന്നുള്ളൂ. മലപ്പുറത്തുള്ള എല്ലാ സ്ഥാനാർത്ഥികളും ഇപ്പോൾ തന്നെ ഗോദയിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞു. കുഞ്ഞാലിക്കുട്ടിയുടെ റോഡ് ഷോ അല്പം മുമ്പാണ് മലപ്പുറത്ത് സമാപിച്ചത്. അതുപോലെ തന്നെ KM ഷാജി ഉടനെ തന്നെ വേങ്ങരയിലേക്ക് പോയി കഴിഞ്ഞു. അദ്ദേഹം അവിടെ പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞു. മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം 25 മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥി പട്ടിക ഇന്ന് പ്രഖ്യാപിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് വലിയ ആശ്വാസമാണ്. അതിൽ നേരത്തെ തന്നെ ഭൂരിഭാഗം മണ്ഡലങ്ങളിലും സ്ഥാനാർത്ഥി പട്ടികയെല്ലാം പൂർത്തിയായിരുന്നു. ഇപ്പോൾ 25 സ്ഥാനാർത്ഥികളെ പട്ടിക പ്രഖ്യാപിച്ചു. ഇതിൽ ഏറ്റവും പ്രധാനം 5 യുവാക്കൾക്ക് പ്രാധാന്യം കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. 5 യുവാക്കൾക്കും അതുപോലെ തന്നെ 2 സ്ത്രീകൾക്കും യുവജനങ്ങൾക്കും വേണ്ട രീതിയിൽ പ്രാധാന്യം കൊടുത്തുള്ള ഒരു പട്ടികയാണ് മുസ്ലിം ലീഗ് പുറത്തിറക്കിയിട്ടുള്ളത്. PK ഫിറോസ് കൊടുവള്ളിയിൽ മത്സരിക്കുന്നു, KM ഷാജി വേങ്ങരയിലെത്തുന്നു, PK നവാസ് താനൂരിലെത്തുന്നു, TP അഷ്റഫ് അലി കൊണ്ടോട്ടിയിൽ മത്സരിക്കുന്നു. ഇത്തരത്തിൽ വലിയ തോതിൽ യുവാക്കൾക്ക് പ്രാധാന്യം കൊടുത്തു. ഒപ്പം തന്നെ സ്ത്രീകൾക്കും പ്രാധാന്യം കൊടുത്തിട്ട് 2 മണ്ഡലങ്ങളിൽ സ്ത്രീകൾ മത്സരിക്കുന്നു. ഈ തരത്തിൽ വലിയ ആവേശത്തോടു കൂടിയാണ് മുസ്ലിം ലീഗ് ഈ മത്സരരംഗത്തേക്ക് ഇറങ്ങുന്നത്. ഇനി 2 മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെ മാത്രമാണ് പ്രഖ്യാപിക്കാനുള്ളത്. നാളെയോടുകൂടി ഇക്കാര്യത്തിലും തീരുമാനം ഉണ്ടാകുമെന്നാണ് നമുക്കിപ്പോൾ അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. സ്ഥാനാർത്ഥികളെല്ലാം ചില്ലറ അഭിപ്രായ വ്യത്യാസങ്ങൾ പല ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ടെങ്കിലും
അബ്ദുറഹ്മാൻ രണ്ടത്താണി അല്പം മുമ്പ് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരുന്നു. തൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ സ്ഥാനാർത്ഥിത്വം കിട്ടാത്തതിലുള്ള അസ്വസ്ഥ അദ്ദേഹം പ്രകടിപ്പിച്ചിരുന്നു. എന്നാൽ ഉടനെ തന്നെ അദ്ദേഹം ആ ഫേസ്ബുക്ക് പോസ്റ്റ് ഡിലീറ്റ് ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ടായി. ഇത്തരത്തിൽ ചെറിയ ചെറിയ അസ്വസ്ഥതകൾ അവിടെയെല്ലാം നിലനിൽക്കുന്നുണ്ടെങ്കിലും മുസ്ലിം ലീഗിന് സ്ഥാനാർത്ഥി നിർണ്ണയം വളരെ ഭംഗിയായി പൂർത്തിയാക്കാൻ കഴിഞ്ഞു എന്നുള്ളത് വളരെ ആശ്വാസകരമാണ് ലീഗിനെ സംബന്ധിച്ചിടത്തോളം. ശ്രീജ. തീർച്ചയായും അരവിന്ദൻ. എന്തായാലും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിച്ചിരിക്കുകയാണ്. മലപ്പുറത്തു നിന്നുള്ള വിവരങ്ങളുമായി ഒപ്പം ചേരുകയായിരുന്നു ടി.കെ. അരവിന്ദൻ. നമുക്ക് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിക പട്ടികയെക്കുറിച്ച് കൂടുതലായി അറിയേണ്ടിയിരിക്കുന്നു. അൺഫിലിറ്റ് ഡിസൂസിയ ഒരു അവസരത്തിൽ ഒപ്പം ചേരുകയാണ്. അൺഫിലിറ്റ്, 55 സ്ഥാനാർത്ഥികളുമായി കോൺഗ്രസിന്റെ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക പുറത്തിറക്കിയിരിക്കുകയാണ്. അല്പം കാത്തിരിക്കേണ്ടി വന്നു എങ്കിൽ പോലും ഇപ്പോഴും ഈ പ്രശ്നബാധിത അല്ലെങ്കിൽ ആരോപണം ഉന്നയിക്കുന്ന ആവശ്യങ്ങൾ ഉന്നയിക്കുന്ന സീറ്റുകളിലൊക്കെ സ്ഥാനാർത്ഥികളെ ഒഴിച്ചിട്ടുകൊണ്ടുമല്ലേ ഇപ്പോൾ ആദ്യഘട്ട പട്ടിക പുറത്തിറക്കിയിരിക്കുന്നത്? ശ്രീജ, അതാണ് ഏറെ കാത്തിരുന്ന ഏറ്റവും ആകാംക്ഷയുടെ മുൻമുനയിൽ നിർത്തിക്കൊണ്ടാണ് ഇപ്പോൾ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടിക ഈ നിമിഷം ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. 55 സീറ്റുകളിൽ മാത്രമാണ് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടിക പുറത്തു വന്നിരിക്കുന്നത്. ഇത് ഏറ്റവും ശ്രദ്ധേയമാകുന്നത് തർക്കമുള്ള സീറ്റുകളൊന്നും തന്നെ അവർക്ക് ഇപ്പോഴും പ്രഖ്യാപിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നതാണ്. അതിൽ ഏറ്റവും അധികം കോൺഗ്രസിന്റെ ഈ എംപിമാരായ കെ സുധാകരനും ഇപ്പോൾ അടൂർ പ്രകാശുമൊക്കെ ആവശ്യം ഉന്നയിക്കുന്ന കണ്ണൂരും കോന്നിയും ഒഴിച്ചിട്ടിരിക്കുന്നു എന്നതാണ്. അതോടൊപ്പം തന്നെ തർക്കമുള്ള ജില്ലകൾ എവിടെയൊക്കെയാണോ ആ തർക്കമുള്ള കോൺഗ്രസിന്റെ സീറ്റുകളൊന്നും തന്നെയും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാൻ ഉറപ്പുള്ള സീറ്റുകളിൽ വലിയ തർക്കങ്ങളൊന്നുമില്ലാത്ത സീറ്റുകളിലാണ് ഇപ്പോൾ 55 സീറ്റുകൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. തിരുവനന്തപുരം ജില്ലയിൽ 3 മാത്രമാണ് കോൺഗ്രസിന് പ്രഖ്യാപിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അത് വട്ടിയൂർക്കാവും കോവളവും ചിറയൻകീഴുമാണ്. വട്ടിയൂർക്കാവ് കെ മുരളീധരൻ, കോവളം എം വിൻസെന്റ് തന്നെയാണ്. ഇടയ്ക്കൊരു എൻ വിൻസെന്റിന്റെ കാര്യത്തിൽ അദ്ദേഹത്തിന്റെ എതിരെ ഒരു കേസ്, ലൈംഗികപീഡനവുമായി ബന്ധപ്പെട്ട ഒരു കേസ് എൽദോസ് കുന്നപ്പള്ളിയുടെ പേരില്ല, അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ പേര് വിൻസെന്റിന്റെ പേരുണ്ടാകില്ല എന്ന രീതിയിൽ ചില അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ അതൊക്കെ മാറി വിൻസെന്റ് തന്നെയാണ് കോവളത്ത് മുൻ MLA ആണ്, സിറ്റിംഗ് MLA, തിരുവനന്തപുരം ജില്ലയിൽ ആകെ ഒരു MLA. അദ്ദേഹത്തിന് വീണ്ടും മത്സരിക്കുന്നു. ഒപ്പം തന്നെ വട്ടിയൂർക്കാവ് കെ മുരളീധരൻ രാവിലെ അദ്ദേഹം പ്രചാരണത്തിലെത്തിയിരുന്നു. രമ്യ ഹരിദാസ്, ചിറയൻകീഴ് രമ്യ സംവരണ മണ്ഡലമാണ്. അവിടെ പ്രാദേശികമായ കോൺഗ്രസ് വികാരം, വലിയ രീതിയിൽ എതിർപ്പാണ് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നൊക്കെ പ്രാദേശിക വികാരം ഉണ്ടായത്. ഈ എതിർപ്പുകളൊക്കെ തന്നെ തള്ളിക്കൊണ്ട് രമ്യ ഹരിദാസിന് ചിറയൻകീഴ് സംവരണ മണ്ഡലത്തിൽ രമ്യ തന്നെയാണ്. ചിറയൻകീഴ് ഒരു ജില്ലയ്ക്ക് പുറത്തു നിന്ന് രമ്യ ഹരിദാസ് അവിടെ മത്സരിക്കുമ്പോൾ പ്രാദേശിക വികാരമൊക്കെ തന്നെ കണക്കിലെടുത്തില്ല എന്നതാണ്. അതോടൊപ്പം തന്നെ തർക്കമുള്ള ഈ പത്തനംതിട്ടയിലെ കോൺഗ്രസ് സീറ്റുകൾ ഒരിടത്തു പോലും കോൺഗ്രസിന് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നതാണ്. അപ്പോൾ എത്രത്തോളമാണ് രൂക്ഷമാണ് തർക്കങ്ങൾ എന്ന് മനസ്സിലാകുന്നു. പല ജില്ലകളിൽ എറണാകുളത്ത് പോലും തർക്കമുള്ള സീറ്റുകളൊക്കെ ഒഴിച്ചിട്ടാണ് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടിക വന്നിരിക്കുന്നത്. മറ്റ് പ്രമുഖർ, അതായത് സിറ്റിംഗ് MLA-മാരൊക്കെ തന്നെയും ഉണ്ട് ഇതിനകത്ത്. സിറ്റിംഗ് MLA-മാരെ നമുക്കറിയാം. പാലക്കാട് രമേശ് പിഷാരടി തന്നെയാണ്, അത് നേരത്തെ തന്നെ ഉറപ്പിച്ചതാണ്. രമേശ് പിഷാരടി തന്നെയാകും സ്വതന്ത്രനായി മത്സരിക്കുക, UDF സ്വതന്ത്രനായി മത്സരിക്കുക എന്നുള്ളത്. അതോടൊപ്പം മൂവാറ്റുപുഴ മാത്യു കുഴനാടൻ ഉൾപ്പെടെ കോട്ടയത്ത് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഉൾപ്പെടെ, അതായത് സിറ്റിംഗ് MLA-മാരിൽ ഈ പാലക്കാട്, ഒപ്പം തന്നെ തൃക്കാക്കര, അതോടൊപ്പം തന്നെ ഇപ്പോൾ ഈ പെരുമ്പാവൂർ എൽദോസ് കുന്നപ്പള്ളിയുടെ മണ്ഡലം, ഈ മണ്ഡലങ്ങളിൽ സിറ്റിംഗ് MLA, ഈ 3 പേരുടെ സിറ്റിംഗ് MLA-മാർക്ക് സീറ്റില്ല. കാരണം അതിൽ എൽദോസ് കുന്നപ്പള്ളിയൊക്കെ മറ്റു 2 നമുക്ക് നേരത്തെ അറിയാമായിരുന്നു. അതൊഴികെ തർക്കമുള്ള മണ്ഡലങ്ങളൊക്കെ തന്നെ ഒഴിച്ചിട്ട് ഈ 55 മാത്രമാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇതിനകത്ത് ശ്രദ്ധേയമാകുന്നത്, അല്ലെങ്കിൽ ഇനി അറിയേണ്ടത്, ഈ തർക്കമുള്ളിടത്ത് എന്ത് തീരുമാനമെടുക്കാനാണ് കോൺഗ്രസ് തീരുമാനിച്ചിരിക്കുന്നുവെന്നാണ്. ഇതിനകത്ത് പല സ്ഥലങ്ങളിലും, അതായത് ഈ ഏറ്റവും പ്രമുഖമായി നമ്മൾക്ക് കാത്തിരിക്കുന്ന വിവിധ ജില്ലകളിൽ കോൺഗ്രസ് മത്സരിക്കുന്ന മണ്ഡലങ്ങളിലൊക്കെ തന്നെയും അവർ സീറ്റ് ഒഴിച്ചിട്ടിരിക്കുന്നു. അവിടെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് തന്നെയാണ് കോൺഗ്രസിൻ്റെ, അതായത് കോൺഗ്രസിൻ്റെ സംഘടനാ ദൗർബല്യം എത്രത്തോളം ശക്തമാണ്, കോൺഗ്രസിൻ്റെ സംഘടനാ ദൗർബല്യം എന്നത് ഈ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടികയിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. ആ തർക്കങ്ങൾ പരിഹരിച്ചവർക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല. ഏറ്റവും നിർണായകമായ തെരഞ്ഞെടുപ്പാണ്. ഈ വേളയിൽ പോലും ഈ അവസ്ഥ ഏറ്റവും ഒടുവിലാണ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്നത്. ഏറ്റവും ഒടുവിൽ പ്രഖ്യാപിച്ചു 24 മണിക്കൂറിനുള്ളിൽ പ്രഖ്യാപിക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞിട്ട് പോലും അത് നടപ്പാക്കാൻ കഴിഞ്ഞില്ല. ആ രീതിയിലാണ് തർക്കങ്ങൾ. ഓരോ ദിവസവും കഴിയുമ്പോൾ തർക്കങ്ങൾ കൂടുതൽ തർക്കങ്ങൾ ഉടലെടുത്തുകൊണ്ടേയിരിക്കുന്നു. തിരുവനന്തപുരം ജില്ല ഏറ്റവും അധികം പ്രതീക്ഷ അർപ്പിക്കുന്നു. കാരണം ഇത്തവണ കഴിഞ്ഞ പോലെയല്ല. കഴിഞ്ഞ 2021 ആകെ കോവളം മാത്രമായിരുന്നു കോൺഗ്രസിനുണ്ടായിരുന്നത്. പക്ഷേ ഇത്തവണ കഥ മാറിയവർ ഏറെക്കുറെ പ്രതീക്ഷിക്കുന്നുണ്ട്. അവിടെ പോലും ഏറ്റവും അധികം തർക്കങ്ങളാണ്. പല മണ്ഡലങ്ങളും, ഇപ്പോൾ കഴക്കൂട്ടമായാലും അവർ പ്രതീക്ഷിക്കുന്ന വിവിധ മണ്ഡലങ്ങളുണ്ട്. കാട്ടാക്കട എൻ ശക്തൻ്റെ, DCC പ്രസിഡന്റ് എൻ ശക്തൻ്റെ പേരൊക്കെയാണ് സജീവമായി ഉയർന്നു കേട്ടത്. പക്ഷേ അവിടെ പോലും വലിയ രീതിയിൽ തർക്കങ്ങളുണ്ട്. അതുകൊണ്ട് അത് തന്നെയാണ് ഇടതുപക്ഷവും ഇന്ത്യയും ഒക്കെ പ്രചരണം ആരംഭിച്ചു കഴിഞ്ഞു. അപ്പോഴാണ് ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക മാത്രമേ ഇപ്പോഴും കോൺഗ്രസിന് പ്രഖ്യാപിക്കാൻ സാധിച്ചിട്ടുള്ളൂ. അതിലും ഇപ്പോഴും തർക്ക സീറ്റുകൾ അങ്ങനെ ഒഴിച്ചിട്ടിരിക്കുകയാണ്. MP-മാരുടെ കാര്യത്തിൽ ഇതുവരെ അവർ മത്സരരംഗത്തേക്ക് ഇല്ല എന്നുള്ളൊരു ഉറപ്പാണ് ലഭിക്കുന്നത്. അപ്പോഴും കണ്ണൂരിലെ കാര്യത്തിലൊക്കെ സംശയം അങ്ങനെ നിൽക്കുകയാണ്. സുധാകരനെ അനുനയിപ്പിക്കാനുള്ള ശ്രമങ്ങൾ ഇപ്പോഴും നടക്കുന്നുണ്ട് എന്ന് വേണ്ടേ മനസ്സിലാക്കാൻ?
ഉറപ്പാണ് ശ്രീജ. കാരണം ഈ എം പിമാരെ മത്സരിപ്പിക്കാൻ പാടില്ല എന്നത് സംസ്ഥാന കോൺഗ്രസിന്റെ സംസ്ഥാന ഘടകത്തിന്റെ ഒരു വികാരമായിരുന്നു, എം പിമാരെ മത്സരിപ്പിക്കാൻ പാടില്ല എന്നത്. പക്ഷെ അതിനപ്പുറത്തേക്ക് ഈ കെ സുധാകരനാണ് ഏറ്റവും അധികം ഇടഞ്ഞു നിൽക്കുന്നത്. കെ സുധാകരൻ എത്ര കണ്ട് അനുനയിപ്പിക്കാൻ ശ്രമിച്ചിട്ട് പോലും അദ്ദേഹം വഴങ്ങാത്തൊരു സാഹചര്യം. അതോടൊപ്പം തന്നെ സുധാകരൻ മുന്നിട്ട് നിൽക്കുമ്പോൾ അടൂർ പ്രകാശും പിന്നോട്ട് പോകുന്നില്ല. സുധാകരന് കൊടുക്കുകയാണെങ്കിൽ തനിക്കും വേണമെന്ന ആവശ്യം മുന്നിൽ നിർത്തിയാണ് അടൂർ പ്രകാശും രംഗത്തുള്ളത്. അപ്പോൾ അടൂർ പ്രകാശ് ഇപ്പോഴും ഡൽഹിയിൽ തന്നെയാണ്, അദ്ദേഹം മടങ്ങി വന്നിട്ടുമില്ല. ഏതെങ്കിലും വിധത്തിൽ ഇവർക്ക് രണ്ടുപേർക്കും സീറ്റ് കൊടുത്തുകൊണ്ടൊരു അനുനയ നീക്കം നടത്തുകയാണെങ്കിൽ പോലും മറ്റെല്ലാ എം പിമാരും മത്സരവുമായി രംഗത്തുണ്ടാകും. ഇപ്പോൾ ഷാഫി പറമ്പിൽ ഉൾപ്പെടെ എല്ലാവരും, കൊടിക്കുന്നിൽ സുരേഷ് ഉൾപ്പെടെ തന്നെയും ഈ ജാതി സമവാക്യങ്ങളൊക്കെ ഉയർത്തി മത്സരരംഗത്തുണ്ട്. അപ്പോൾ അവരൊക്കെ മറഞ്ഞു നിൽക്കുന്നെന്ന് മാത്രമേ ഉള്ളൂ. ഏതെങ്കിലും ഒരു എം പിക്ക് കൊടുക്കുകയാണെങ്കിൽ സമ്മർദ്ദവും അവരൊക്കെ തന്നെ രംഗത്ത് വരും. എം കെ രാഘവൻ കോഴിക്കോടുണ്ട്. ഈ സാഹചര്യം മനസ്സിലാക്കിയാണ്, അത് വലിയ രീതിയിലൊരു പൊട്ടിത്തെറിയിലേക്ക് മാറുമെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് തൽക്കാലം ഹൈക്കമാൻഡ് അതിനകത്തൊരു തീരുമാനമെടുക്കാനായി വൈകുന്നത്. ഇനി ഒരുപക്ഷെ ഈ സ്ഥാനാർത്ഥി, ഇപ്പോൾ ഈ 55 സ്ഥാനാർത്ഥി പട്ടിക പുറത്തു വന്നാൽ ചിറയും കീഴും മാത്രമാണ് ഏതെങ്കിലും രീതിയിൽ പൊട്ടിത്തെറി ഉണ്ടാകാനുള്ള സാധ്യത. കാരണം പ്രാദേശിക വികാരം അത്ര കണ്ടുണ്ട്. എന്നാൽ മറ്റിടങ്ങളിലൊന്നും തന്നെ വലിയ പരിക്കുകളൊന്നുമില്ലാതെ തർക്കങ്ങൾ ഉണ്ടാകില്ല എന്നൊരു ആത്മവിശ്വാസം കോൺഗ്രസിനുണ്ട്. അതുകൊണ്ടാണ് ഈ 55 സീറ്റുകൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇനി അതിനപ്പുറത്തേക്ക് പ്രഖ്യാപിക്കാൻ പോകുന്ന സീറ്റുകളിലൊക്കെ തന്നെയും പട്ടിക പുറത്തു വന്നാൽ ഏതൊക്കെ രീതിയിലാകും പൊട്ടിത്തെറിയുണ്ട്. അപ്പോൾ എൽദോസ് കുന്നപ്പള്ളി പോലും ആ രീതിയിൽ, കാരണം അദ്ദേഹം 2 ദിവസം മുമ്പ് വരെ ഡൽഹിയിൽ ക്യാമ്പടിച്ച് തമ്പടിച്ച് കിടക്കുകയായിരുന്നു. ACC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ അടക്കം ഹൈക്കമാൻഡുമായി അദ്ദേഹം നേരിട്ട് ആശയവിനിമയം നടത്തി തനിക്ക് ഇത്തവണ മത്സരരംഗത്തുണ്ടാകണമെന്ന് അദ്ദേഹം ആവശ്യപ്പെടുകയും ഒക്കെ ചെയ്തു. അപ്പോൾ സ്വാഭാവികമായി എം വിൻസെന്റ് സമാന പരാതി നേരിട്ട എം വിൻസെന്റ് കോവളത്ത് മത്സരിക്കുകയാണെങ്കിൽ, എൽദോസ് കുന്നപ്പള്ളിക്ക് സീറ്റ് നിഷേധിക്കുകയാണെങ്കിൽ അത് എങ്ങനെയാകും അദ്ദേഹം പ്രതികരിക്കുക എന്നുള്ളതൊക്കെ ഊഹിക്കാവുന്നതേ ഉള്ളൂ. ഇവരൊക്കെ അത്തരത്തിൽ വിമത സ്വരങ്ങൾ, അതിനപ്പുറത്തേക്ക് ഇവരൊക്കെ എങ്ങനെയാകും ഈ നിർണായക തെരഞ്ഞെടുപ്പ് വേളയിൽ കോൺഗ്രസിനോട് സ്വന്തം പാർട്ടിയുടെ ഏത് രീതിയിൽ നിലപാട് സ്വീകരിക്കും എന്നുള്ളതൊക്കെ തന്നെയും കോൺഗ്രസിനെ പ്രതിസന്ധിയിലാക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് ഈ സമയത്ത് പോലും ഏറ്റവും ഒടുവിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിട്ട് പോലും ആ ഒന്നാം ഘട്ടത്തിൽ 55 സ്ഥാനാർത്ഥികളെ സീറ്റുകൾ മാത്രം അവർക്ക് പ്രഖ്യാപിക്കാൻ കഴിയുന്നു. മറ്റ് സീറ്റുകൾ ഏറ്റവും എടുത്തു പറയേണ്ടത് പത്തനംതിട്ട ഒരു കാലത്ത് കോൺഗ്രസിന്റെ തട്ടകമായ ജില്ലയാണ് പത്തനംതിട്ട. അവിടെ കോൺഗ്രസിന്റെ സീറ്റുകൾ പോലും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കണം. അവിടെ അത്രയേറെ അബിൻ വർക്കിയുടെ പേരൊക്കെ ഉയർന്നു വന്നപ്പോൾ തന്നെ ഉണ്ടായ യൂത്ത് കോൺഗ്രസിന്റെ ആ യുവനിരയിൽ നിന്നൊക്കെ ഉണ്ടായ തർക്കങ്ങളും പ്രതിഷേധങ്ങളും ഒക്കെ നമ്മൾ കണ്ടതാണ്. അതുകൊണ്ട് തന്നെയാണ് അത്തരത്തിലുള്ള ഒരു സ്ഥാനാർത്ഥി നിർണയത്തിലേക്ക് കടക്കാനായി ഇത്ര ദിവസം. ഇനി തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനായി വെറും 3 ആഴ്ച തികച്ചില്ല. അപ്പോഴാണ് ഇതുവരെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം പോലും പൂർത്തിയാക്കാൻ കോൺഗ്രസിന് സാധിക്കാതെ വരുന്നത്. ഇത് വലിയ തലവേദന തന്നെയല്ലേ പാർട്ടിയെ സംബന്ധിച്ച് ഉണ്ടാക്കിയിരിക്കുന്നത്? ഉറപ്പാണ്. ഇതിനകത്ത് ഈ കോൺഗ്രസിന് ഇന്നിപ്പോൾ ഈ അവസാന നിമിഷമെങ്കിൽ പോലും ഈ വൈകിയ വേളയിലെങ്കിൽ ഒന്നാം ഘട്ട സ്ഥാനാർത്ഥി പട്ടികയെങ്കിലും അവർ പ്രഖ്യാപിച്ചല്ലോ എന്ന് കോൺഗ്രസിനെ ആശ്വസിക്കാം. കാരണം അവർ കളത്തിൽ ഇറങ്ങിയേ പറ്റൂ. ഇതിപ്പോൾ TN പ്രതാപനായ മണലൂരിൽ റോഡ് ഷോ നടത്തി, കെ മുരളീധരൻ വട്ടിയൂർക്കാവൊക്കെ പ്രചാരണമൊക്കെ രാവിലെ മുതൽ ആരംഭിച്ചു. കാരണം അവർ അങ്ങനെ പോലും ഇറങ്ങാതിരിക്കുകയാണെങ്കിൽ ഏറെ തന്നെ ഈ പ്രചാരണ രംഗത്ത് ഏറെ പിന്നിൽ പോകുമെന്ന് കോൺഗ്രസിന് അറിയാം. അതുകൊണ്ടാണ് ഒരു രീതിയിൽ പറയുകയാണെങ്കിൽ ഈ 55 സ്ഥാനാർത്ഥികളെങ്കിലും അവർക്ക് പ്രഖ്യാപിക്കാൻ കഴിഞ്ഞല്ലോ എന്ന് ആശ്വസിക്കാം. ഇനിയുള്ള 1-2 ദിവസത്തിനുള്ളിൽ വലിയ ചർച്ചകൾക്ക് ശേഷം ബാക്കി സീറ്റുകളിൽ ഒരു പരിഹാരം ഉണ്ടാകുമെന്ന്. കാരണം പരിഹാരം ഉണ്ടാക്കിയേ മതിയാവുകയുള്ളൂ. അതിലേറ്റവും തലവേദനയാകുന്നത് ഈ കണ്ണൂർ, കോന്നി മണ്ഡലങ്ങളിൽ എന്ത് നിലപാട് സ്വീകരിക്കുമെന്നാണ്. ഒരുപക്ഷെ കോൺഗ്രസ് വൃത്തങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കെ സുധാകരനെ അനുനയിപ്പിച്ച് അദ്ദേഹം പിൻവാങ്ങുകയാണെങ്കിൽ പിന്നെ മറ്റ് എം പിമാർ, ഈ അടൂർ പ്രകാശ് ഉൾപ്പെടെയുള്ള എം പിമാരുടെ ഭാഗത്തു നിന്ന്, അതിൽ അടൂർ പ്രകാശ് മാത്രമാണ് പ്രത്യക്ഷത്തിൽ നിൽക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് ഒരുപക്ഷെ ഒരു അസ്വസ്ഥതയോ അല്ലെങ്കിൽ വിയോജിപ്പോ ഉണ്ടാവുകയില്ല. ഈ കെ സുധാകരൻ മാത്രമായ ഒരു സംവരണം നൽകുകയാണെങ്കിൽ മറ്റ് എം പിമാരൊക്കെ തന്നെയും രംഗത്ത് വരും. അവർ പ്രത്യക്ഷത്തിൽ രംഗത്ത് വരും. ഇപ്പോൾ അവർ മാറി നിൽക്കുന്നുണ്ടെങ്കിൽ അവർ സാഹചര്യം നിരീക്ഷിക്കുകയാണ്. അതനുസരിച്ച് അവർ രംഗത്ത് വരുന്നു 100% ഇവർക്ക് ഉറപ്പാണ്. അതുകൊണ്ടാണ് അക്കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കാൻ കോൺഗ്രസിന് കഴിയാതെ പോകുന്നത്. പക്ഷേ ഇതൊക്കെ തന്നെയും ഈ ഏറ്റവും കൂടുതൽ പ്രതീക്ഷയാണ് അവർ ഈ 2026. കാരണം തദ്ദേശ തെരഞ്ഞെടുപ്പിലെ നമുക്കറിയാം UDFന് അനുകൂലമായ ഒരു തരംഗം നിലനിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെയും ഭരണവിരുദ്ധ വികാരമുണ്ട് എന്ന് തന്നെയാണ് കോൺഗ്രസ് അവകാശപ്പെട്ടുകൊണ്ടേയിരിക്കുന്നത്. അങ്ങനെ സാഹചര്യം, സാമൂഹ്യ രാഷ്ട്രീയ സാഹചര്യങ്ങളൊക്കെ തന്നെ അനുകൂലമായിട്ട് പോലും കോൺഗ്രസ് തീർച്ചയായും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് എം പിമാർക്ക് സീറ്റില്ല. 55 സ്ഥാനാർത്ഥികളുമായി കോൺഗ്രസിന്റെ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക പുറത്തിറക്കിയിരിക്കുകയാണ്. തർക്കങ്ങൾ ഉള്ള സീറ്റുകൾ ഒഴിച്ചിട്ടിട്ടാണ് ഇപ്പോൾ പട്ടിക പുറത്തിറക്കിയിരിക്കുന്നത്. എന്തായാലും ആ തർക്കങ്ങളൊക്കെ പരിഹരിച്ച ശേഷം 2 ദിവസത്തിനകം പൂർണ്ണമായ പട്ടിക പുറത്തിറക്കാൻ സാധിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. സിറ്റിംഗ് MLA-മാരെല്ലാവരും തന്നെ മത്സരരംഗത്തുണ്ട്. പെരുമ്പാവൂരിൽ എൽദോസ് കുന്നപ്പള്ളിയുടെ കാര്യത്തിൽ അന്തിമ തീരുമാനം എന്തായാലും ഇതുവരെ എടുത്തിട്ടില്ല. സുൽത്താൻ ബത്തേരിയിൽ IC ബാലകൃഷ്ണന്റെ പേര് തെരഞ്ഞെടുപ്പ് സമിതി അംഗീകരിച്ചിരിക്കുകയാണ്.
തളിപ്പറമ്പിൽ കലാപക്കൊടി ഉയർത്തിയ കണ്ണൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം TK ഗോവിന്ദനെ പുറത്താക്കി CPM. ഗോവിന്ദൻ പാർട്ടി നയത്തിനും സംഘടനാ തത്വങ്ങൾക്കും എതിരെ പ്രവർത്തിച്ചുവെന്ന് ജില്ലാ സെക്രട്ടറി KK രാഗേഷ് അറിയിച്ചു. ഗോവിന്ദൻ അധികാരത്തോട് ഭ്രമമെന്നും UDFന്റെ ചട്ടുകമായി മാറിയെന്നും ജില്ലാ നേതൃത്വം ആരോപിച്ചു. PK ശ്യാമളയുടെ സ്ഥാനാർത്ഥിത്വം പാർട്ടി തീരുമാനിച്ചതെന്നും KK രാഗേഷ് പറയുന്നു. അങ്ങേയറ്റം നീചമായി PK ശ്യാമളയുടെ സ്ഥാനാർത്ഥിത്വത്തെ ചിത്രീകരിച്ചു. പാർട്ടിക്ക് നൽകുന്ന സംഭാവന, പ്രവർത്തനം, സംഘടനാ ചുമതലകൾ എന്നിവ പരിഗണിച്ചാണ് സ്ഥാനാർത്ഥിത്വമെന്നും രാഗേഷ് പറഞ്ഞു. പാർട്ടി ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായിട്ടുള്ള TK ഗോവിന്ദ മാഷ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടി നയത്തിനും തീരുമാനത്തിനും വിരുദ്ധമായി താൻ മത്സരിക്കുമെന്ന് പ്രഖ്യാപിക്കുകയും UDFന്റെ പിന്തുണ തേടുകയും ചെയ്യുമെന്ന് പത്രസമ്മേളനം നടത്തി പറയുകയും ചെയ്തത് തികഞ്ഞ സംഘടനാ വിരുദ്ധമായ നടപടിയാണ്. ഇത് കണക്കിലെടുത്തുകൊണ്ട് ഗോവിന്ദ മാഷെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുന്നതിന് വേണ്ടി ജില്ലാ കമ്മിറ്റി തീരുമാനിക്കുകയും ആ തീരുമാനത്തിന് പാർട്ടി സംസ്ഥാന കമ്മിറ്റിയുടെ അംഗീകാരം ലഭിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യമാണ് നിങ്ങളെ അറിയിക്കാനുള്ളത്. ഹാപ്പിനെസ് ഫെസ്റ്റിൽ കണക്കുകൾ കൃത്യമാണെന്ന് MB ജയരാജൻ. ബന്ധപ്പെട്ട അധികാരികൾ കണക്കുകൾ പരിശോധിച്ച് ഉറപ്പുവരുത്തി. പക്ഷേ TK ഗോവിന്ദൻ ഇല്ലാ കഥകൾ പറഞ്ഞുവെന്ന് ജയരാജൻ ആരോപിച്ചു. ആന്തൂർ സാജന്റെ മരണത്തിൽ PK ശ്യാമളയ്ക്ക് പങ്കില്ലെന്നും MB ജയരാജൻ പറയുന്നു. ഇതെല്ലാം യഥാർത്ഥത്തിൽ അവതരിപ്പിച്ചത് ആ സംഘാടക സമിതിയുടെ യോഗത്തിലാണ്. അത് കണക്ക് അവതരിപ്പിച്ച് അംഗീകരിച്ചതിന് ശേഷം ഓഡിറ്റ് ചെയ്ത് അയച്ചു എന്നുള്ളതാണ് ഇൻകം ടാക്സ് റിട്ടേണിൽ നിന്ന് ആ റിട്ടേൺ അയച്ചതുകൊണ്ടാണ് അക്നോളജ് ചെയ്ത് കിട്ടുന്നത്. ഇതില് ഗോവിന്ദൻ മാഷ് ആ ഹാപ്പിനെസ് ഫെസ്റ്റിന്റെ വൈസ് ചെയർമാനാണ്. ഹാപ്പിനെസ് ഫെസ്റ്റിൽ ഇതുവരെ ചെലവഴിച്ച തുകയിൽ അവിടുത്തെ MLA ഒരു നയാ പൈസയുടെ വൗച്ചർ എഴുതി വാങ്ങിയിട്ടില്ല. മകന് അതിന്റെ ഒരു പണമിടപാടിലും ബന്ധമില്ല. പിന്നെ എന്തിനാ ഇങ്ങനെയൊരു കള്ളം പറഞ്ഞത്? അദ്ദേഹമാണെങ്കിൽ നേരത്തെ ഇത്തരം വല്ല പ്രശ്നമുണ്ടെങ്കിൽ പാർട്ടി കമ്മിറ്റിയിൽ പറയണ്ടേ? പാർട്ടി കമ്മിറ്റിയിൽ പറഞ്ഞിട്ടുമില്ല. യഥാർത്ഥത്തിൽ ഹാപ്പിനെസ് ഫെസ്റ്റ് തളിപ്പറമ്പ് മണ്ഡലത്തിൽ തുടങ്ങിയതാണെങ്കിലും കേരളം മുഴുവൻ ശ്രദ്ധിക്കപ്പെട്ട ഒരു പരിപാടിയായി. ഏറ്റവും ഒടുവിൽ നടന്ന പരിപാടിയിൽ ശ്രദ്ധേയമായ ഒന്ന് വേടന്റെ ഗാനമേളയായിരുന്നു. വേടന്റെ പരിപാടി പല സ്ഥലങ്ങളിലും നടന്നപ്പോൾ ചില ക്രമസമാധാന പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. അവിടെ ഒന്നും ഉണ്ടായില്ല. ജനങ്ങൾ ആകെ സഹകരിച്ചു. ഇനി കണക്ക് അവതരിപ്പിച്ച യോഗങ്ങളോ, ആ യോഗത്തിൽ വൈസ് ചെയർമാൻ കൂടിയായ ഇദ്ദേഹം ഉണ്ടാകണമല്ലോ, ഇദ്ദേഹം അറിയാതിരിക്കൂലല്ലോ. ഹാപ്പിനെസ് ഫെസ്റ്റിന്റെ കണക്ക് അവതരിപ്പിച്ചത് 1/5/2023. രണ്ടാമത്തെ പരിപാടിയുടെ കണക്ക് അവതരിപ്പിക്കുന്നത് 22/5/2024. മൂന്നാമത്തത് ഇപ്പോഴാണ്. അത് പ്രത്യേകിച്ച് നമ്മുടെ തദ്ദേശ ദിനാഘോഷവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട്. തളിപ്പറമ്പിലെ സ്ഥാനാർത്ഥിത്വത്തിൽ നേരത്തെ PK ശ്യാമള പ്രതികരിച്ചിരുന്നു. വിവാദങ്ങളിൽ പാർട്ടി മറുപടി പറയും. വ്യക്തിപരമായ മറുപടി പാർട്ടി ആവശ്യപ്പെട്ടാൽ മാത്രമെന്നും PK ശ്യാമള പറഞ്ഞു. സ്ഥാനാർത്ഥിയായി തീരുമാനിച്ചതിന് ശേഷമാണ് ആദ്യമായി മാധ്യമങ്ങൾ കാണുന്നത്. തളിപ്പറമ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി എന്നെ തീരുമാനിച്ചിരിക്കുകയാണ്. എൻ്റെ വിജയത്തിനു വേണ്ടി നിങ്ങളുടെ എല്ലാം പിന്തുണ ആദ്യമായി അഭ്യർത്ഥിക്കുകയാണ്. ഇതിനകത്ത് തളിപ്പറമ്പ് പോലൊരു മണ്ഡലത്തിനകത്താണ് പാർട്ടിയുടെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം സ്വതന്ത്രനായി മത്സരിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് രംഗത്തെത്തിയിരിക്കുന്നത്. വലിയ തരത്തിലുള്ള വിമർശനം ടീച്ചറുടെ സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച് TK ഗോവിന്ദൻ ഉന്നയിക്കുകയും ചെയ്യുന്നുണ്ട്. പാർട്ടി സംസ്ഥാന സെക്രട്ടറിയുടെ ഭാര്യ മത്സരിക്കുമെന്നുള്ളതാണ് പ്രധാന ആക്ഷേപം. ഇപ്പോൾ ഞാനിപ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയാണ്. CPMന്റെ സ്ഥാനാർത്ഥിയായിട്ടാണ് ഞാൻ മത്സരിക്കുന്നത്. നിങ്ങൾ പറഞ്ഞ വിമർശനങ്ങളൊക്കെ ഉയർത്തിക്കൊണ്ടുവന്നിട്ടുള്ളത് പാർട്ടിക്കെതിരായിട്ടാണ്. അതുകൊണ്ട് തന്നെ ഈ വിമർശനങ്ങൾക്ക് സ്ഥാനാർത്ഥി എന്ന നിലയിൽ ഞാൻ മറുപടി പറയുന്നില്ല. ഇതിന് വ്യക്തമായ മറുപടി പാർട്ടിയുടെ ഭാഗത്തുണ്ടാവും എന്നാണ് പറയാനുള്ളത്. അല്ല, ഈ സംഭവങ്ങളെല്ലാം നിങ്ങളിപ്പോൾ ഞാൻ പറയുന്നത് ഈ പറയുന്ന എല്ലാ വിമർശനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് പാർട്ടി എന്ന രീതിയിൽ മറുപടി പറയും.
അപ്പോൾ പാർട്ടി വളരെ വ്യക്തമായിട്ട് എനിക്കൊന്ന് ഇന്ന് തന്നെ പാർട്ടി തന്നെ വ്യക്തമായി മറുപടി പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ക്ലാരിറ്റി ആക്കിയിട്ട് പോകാൻ വേണ്ടി സാധിക്കും. അതാണ് അല്ല അതെല്ലാം വ്യക്തമായിട്ട് പറയൂ. അല്ല അങ്ങനെയല്ല, പാർട്ടി പറയട്ടെ. ഇപ്പോൾ ഈ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് പാർട്ടി മറുപടി പറയും. അങ്ങനെ പാർട്ടി മറുപടി പറഞ്ഞത് തൃപ്തിയാവുന്നില്ല എങ്കിൽ വ്യക്തിപരമായി മറുപടി പറയണമെന്ന് പാർട്ടി പറഞ്ഞാൽ ഞാനപ്പോൾ മറുപടി പറയും. കോഴിക്കോട് നോർത്ത് മണ്ഡലം ഇത്തവണ BJPക്കൊപ്പം നിൽക്കുമെന്ന് NDA സ്ഥാനാർത്ഥി നവ്യ ഹരിദാസ്. മണ്ഡലത്തിൽ ഒരു മാറ്റം ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെന്നും നവ്യ ഹരിദാസ് അമൃത വാർത്തകളോട് പറഞ്ഞു. ഇത്തവണ കോഴിക്കോട് നോർത്തിൽ നിന്ന് BJP സ്ഥാനാർത്ഥിയായിട്ട് ജനവിധി തേടുന്നത് നവ്യ ഹരിദാസാണ്. നമുക്കറിയാം, കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിലേക്ക് 3 തവണ മത്സരിച്ചു, പിന്നെ വിജയിച്ചു, ഇപ്പോൾ മറ്റേ കൗൺസിലറായിട്ട് തുടരുന്നു, പിന്നെ അതുപോലെ തന്നെ മഹിളാ മോർച്ചയുടെ അധ്യക്ഷയായിട്ട് തുടരുന്നു. ഇപ്പോൾ വീണ്ടും ഒരു മത്സരത്തിന് പാർട്ടി തീരുമാനിച്ചിരിക്കുകയാണ്. എന്താണ് പറയാനുള്ളത്? വലിയൊരു കർത്തവ്യമാണ് പാർട്ടി ഏൽപ്പിച്ചിരിക്കുന്നത്. കോഴിക്കോട് നോർത്ത് നിയോജക മണ്ഡലം BJPയെ സംബന്ധിച്ചിടത്തോളം A ക്ലാസ് മണ്ഡലമാണ്. കഴിഞ്ഞ ലോക്കൽ ബോഡി ഇലക്ഷനിൽ വളരെയേറെ മുന്നേറ്റം നടത്താൻ സാധിച്ചിട്ടുള്ളൊരു മണ്ഡലം കൂടിയാണ്. 7 കൗൺസിലർമാർ ഈ മണ്ഡലത്തിന് സ്വന്തമായിട്ടുണ്ട്. അപ്പോൾ ജനങ്ങളുടെ പിന്തുണ തീർച്ചയായിട്ടും ഇന്ന് BJPക്ക് അനുകൂലമാണ് എന്നുള്ളൊരു സാഹചര്യത്തിലാണ് ഇന്നത്തെ ഇലക്ഷൻ കടന്നു പോകുന്നത്. ഇവിടെ BJP തന്നിരിക്കുന്ന ഒരു കർത്തവ്യം എന്ന് പറയുമ്പോൾ സ്ത്രീകളെ പ്രൊമോട്ട് ചെയ്യുക എന്ന് പറയുമ്പോഴും സ്ത്രീ ശാക്തീകരണത്തെക്കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോഴും ആ ശാക്തീകരണം എങ്ങനെ സാധ്യമാകുന്നു എന്നുള്ളത് ഗ്രൗണ്ട് ലെവലിൽ അപ്ലൈ ചെയ്തുകൊണ്ട് BJP ഒരു എക്സാമ്പിളായിട്ട് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇനിയിപ്പം തദ്ദേശ തെരഞ്ഞെടുപ്പിലുള്ള 7 കൗൺസിലേഴ്സിന് കിട്ടിയെന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഒരു വോട്ട് നിയമസഭയിലും പ്രതിഫലിക്കും. എങ്ങനെയാണ് അതിൻ്റെ ഒരു? തീർച്ചയായിട്ടും 7 കൗൺസിലേഴ്സിനെ ലഭിച്ചു എന്ന് പറയുമ്പോൾ ജനങ്ങളുടെ പിന്തുണ, ഒരു മാറ്റം ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. മുൻപ് LDFൻ്റെ കുത്തകകളായിരുന്ന പല വാർഡുകളും ഇന്ന് BJP കരസ്ഥമാക്കി കഴിഞ്ഞു. അപ്പോൾ ജനങ്ങളൊരു മാറ്റം ആഗ്രഹിക്കുന്നുണ്ട്. ആ മാറ്റം സാധിക്കുന്നതും ഇപ്പോൾ നമ്മുടെ തിരുവനന്തപുരത്ത് കഴിഞ്ഞ ലോക്കൽ ബോഡി ഇലക്ഷനിൽ അവിടെ BJPയുടെ മേയറും ഡെപ്യൂട്ടി മേയറേയും വാർത്തെടുക്കാൻ BJPക്ക് സാധിച്ചു. അപ്പോൾ BJP അധികാരത്തിൽ എന്നുള്ളൊരു സാഹചര്യം ഉണ്ടെങ്കിൽ മറ്റെപ്പോഴും നമ്മൾ ഇരു മുന്നണികളെക്കുറിച്ചാണ് ചർച്ച ചെയ്തിട്ടുള്ളത്. അപ്പോൾ മൂന്നാമതൊരു മുന്നണി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന് സപ്പോർട്ട് ചെയ്യാൻ ജനങ്ങൾ തയ്യാറാണ്. കാരണം വികസനം മാത്രമാണ് ഞങ്ങൾ മുൻപോട്ട് വെച്ചുകൊണ്ട് പോകുന്നത്. ആ വികസനത്തിനോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് നമ്മുടെ നാടിൻ്റെ വികസനം യാഥാർത്ഥ്യമാക്കുക എന്ന സ്വപ്നം സാക്ഷാത്കരിക്കാൻ തീർച്ചയായിട്ടും ജനങ്ങളുടെ പിന്തുണ ഞങ്ങൾക്കുണ്ടാവും എന്നാണ് ഞങ്ങളുടെ വിശ്വാസം. UDF അടക്കമുള്ള കക്ഷികൾ ജമാഅത്ത് ഇസ്ലാമി പോലുള്ള സംഘടനകൾ കൂട്ടുപിടിക്കുന്നൊരു സംഭവം കണ്ടു നമ്മൾ. അപ്പോൾ BJPക്ക് ഈ വിഷയത്തിൽ എന്താ പറയുക? ജമായത്തെ ഇസ്ലാമി, PDP പോലെയുള്ള വർഗീയ സംഘടനകളുടെ കൂട്ടുപിടിച്ചുകൊണ്ടാണ് LDFും UDFും അവർ പരസ്പരം കലഹിക്കുന്നുണ്ടെങ്കിലും ആത്യന്തികമായി നമുക്കറിയാം ഒരേ കോസിന് വേണ്ടി പ്രവർത്തിക്കുന്നവരാണ് എന്നുള്ളത്. അത് മറ്റു പല ഭാഗങ്ങളിലും BJPക്ക് ഒരു ജയസാധ്യത വരുമ്പോൾ BJPയെ തോൽപ്പിക്കണം എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ 2 കൂട്ടരും LDFും UDFും ഒത്തുചേർന്നുകൊണ്ട് ഉള്ള ഇലക്ഷൻ പ്രവർത്തനം മറ്റു പല വാർഡുകളിലും കഴിഞ്ഞ ലോക്കൽ ബോഡി ഇലക്ഷനിലും നമ്മൾ കണ്ടിട്ടുള്ളതാണ്. എന്നാൽ BJP അന്ന് മുൻപോട്ട് വെച്ചിട്ടുള്ളതും ഇന്ന് മുൻപോട്ട് വയ്ക്കുന്നതും ഇനി തുടർന്ന് BJPയുടെ അജണ്ട എന്ന് പറയുന്നത് വികസനം മാത്രമാണ്. അത് നമ്മുടെ കോഴിക്കോട് നോർത്ത് മണ്ഡലത്തിൽ കാലങ്ങളായിട്ട് ജനങ്ങൾ ആഗ്രഹിക്കുന്ന സാധനങ്ങൾ, കാലങ്ങളായിട്ട് നമ്മുടെ പ്രകടന പത്രികയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന പല കാര്യങ്ങളും അത് പ്രാവർത്തികമാക്കണമെന്നുണ്ടെങ്കിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ ഒരു പ്രതിനിധി അവർ കടന്നു വന്നേ മതിയാകൂ എന്നുള്ളൊരു സാഹചര്യമാണ് ഇന്ന്. കേന്ദ്രത്തിൽ അതിൻ്റെ മാറ്റങ്ങൾ കണ്ടു തുടങ്ങി. നമ്മുടെ ഭാരതമൊട്ടാകെ വികസിത ഭാരതത്തിലേക്കുള്ള ഒരു കുതിപ്പിലാണിപ്പോൾ. ആ കുതിപ്പിന് ഒപ്പം എത്താൻ കേരളത്തിന് സാധിക്കുന്നില്ല. അത് സാധ്യമാവാൻ വേണ്ടി വികസിത കേരളം യാഥാർത്ഥ്യമാക്കുന്നതിന് വേണ്ടിയാണ് ഇത്തവണ BJP സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നത്. എത്ര വോട്ടുകളൊക്കെ പ്രതീക്ഷിക്കുന്നുണ്ട് നമ്മൾ? ഏകദേശം രൂപവും വോട്ട് തീർച്ചയായിട്ടും നോർത്ത് മണ്ഡലത്തിൽ ഒരു വിജയപ്രതീക്ഷ വെച്ച് പുലർത്തിക്കൊണ്ടാണ് പോകുന്നത്. നോർത്ത് മണ്ഡലം മാത്രമല്ല പല ഭാഗങ്ങളിലും തിരുവനന്തപുരത്തും തൃശ്ശൂരും കാസർഗോഡ് തുടങ്ങി പല ജില്ലകളിലും ഇത്തവണ വിജയം ഉറപ്പിച്ചുകൊണ്ട് തന്നെ A ക്ലാസ് മണ്ഡലങ്ങളിൽ പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. സ്ഥാനാർത്ഥി മാത്രമല്ല, ഒപ്പം സജീവമായിട്ട് പ്രവർത്തിക്കാൻ ബൂത്ത് തലം വരെയുള്ള എല്ലാ പ്രവർത്തകരും ഇറങ്ങി പുറപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഏതായാലും കൺഗ്രാറ്റ്സ്, നല്ല രീതിയിൽ തന്നെ പ്രവർത്തിക്കുക. അപ്പോൾ ഏതായാലും വലിയ ആത്മവിശ്വാസത്തിൽ തന്നെയാണ് നവ്യ ഹരിദാസ് ഉള്ളത്. സജി തറയലിനൊപ്പം ലക്ഷ്മിപ്രിയ, അമൃത ന്യൂസ്, കോഴിക്കോട്.